Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രൂട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് എന്താണ് ഫ്രൂട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൽ സിമ്പിൾ ഫ്രൂട്ടിൽ ഡ്രൈ ഡെഹിസൻറ്റ് ഫ്രൂട്ടിൻ്റെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ആണ് നമ്മൾ നോക്കുന്നത്. ഡ്രൈ ഡെഹിസൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൂട്ട് എന്താണെന്ന് നോക്കാം. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് ആൻഡ് റൈപ്പൻഡ് ആയിട്ടുള്ള ഓവറിയാണ് എന്ത് ഫ്രൂട്ട്. അതിൻ്റെ കൂടെ എന്തും ഉണ്ടാവാം, ഫ്ലോറൽ ഓർഗൻസ് ഉണ്ടാവും. ഫ്ലോറൽ ഓർഗൻസ് എന്ന് പറയുമ്പോൾ തലാമസോ റെസെപ്റ്റക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഇതിൽ തന്നെ ഫ്രൂട്ട്സ് നമുക്ക് രണ്ട് ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ട്രൂ ഫ്രൂട്ട്സും ഉണ്ട്, ഫാൾസ് ഫ്രൂട്ട്സും ഉണ്ട്. ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ട് മൊത്തമായിട്ടും ഉണ്ടായിരിക്കുന്നത് ഓവറിയിൽ നിന്നാണ് ആ ഒരു ഫ്രൂട്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഫാൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോറൽ പാർട്സ് നിന്നായിരിക്കും എന്ത് ഫ്രൂട്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതിൽ തന്നെ അതിലെ പൾപ്പി പാർട്ടില്ലേ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പൾപ്പി ആയിട്ടുള്ള ആ പാർട്ട് ഫ്ലഷി റിസെപ്റ്റക്കിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇനി ഫ്രൂട്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫ്രൂട്ട്സിനെ മെയിനായിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ഇതിൽ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓവറിന്ന് അതുപോലെ സിംഗിൾ ഫ്ലവറിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഫ്രൂട്ടാണ് എന്ത് സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. സിംഗിൾ ഓവറി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം സിൻകാർപ്പസ് ആയിട്ടുള്ള ഓവറി ആയിരിക്കാം. ഓക്കെ, സിംഗിൾ ഓവറി അല്ലെങ്കിൽ സിൻകാർപ്പസ് ആയിട്ടുള്ള ഓവറിയിലായിരിക്കും എന്ത് സിമ്പിൾ ഫ്രൂട്ട്. ഓക്കെ, എല്ലാം എസ്, സിംഗിൾ ഓവറി, സിംഗിൾ ഫ്ലവർ, സിൻകാർപ്പസ്, ആ ഒരു SSS എന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, ഇനി അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണെങ്കിൽ സെവറൽ ഫ്രീ കാർപ്പൽസ് നിന്ന് ഉണ്ടായതായിരിക്കും. അതായത് അപ്പോകാർപ്പസ് ആയിട്ടുള്ള കണ്ടീഷൻ പിസ്റ്റിൽ, അപ്പോകാർപ്പസ് ആയിട്ടുള്ള പിസ്റ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്ത് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതും അതുപോലെ എന്താണ് സിംഗിൾ ഫ്ലവർ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഒരു ഇൻഫ്ലോറസൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നതാണ് എന്ത് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ടിൽ കാറ്റഗറി വരുന്നത് ഏതൊക്കെയാണ്? ഇറ്റാരിയോ ഓഫ് ഫോളിക്കിൾസ്, അക്കീൻസ്, ഡ്രൂപ്സ്, ഇറ്റാരി ഓഫ് ബെറീസ്. ഇനി മൾട്ടിപ്പിളിൽ വരുന്നത് സോറോസിസ്, സിങ്കോണസ്, ഇതൊക്കെയാണ് മൾട്ടിപ്പിളിൽ വരുന്നത്. ഓക്കെ, ഇനി സിമ്പിൾ ഫ്രൂട്ടിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഡ്രൈ ഫ്രൂട്ട്, പിന്നെ ഫ്ലഷി ഫ്രൂട്ട്, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിനെ? സിമ്പിൾ ഫ്രൂട്ടിനെ. ഓക്കെ, സിമ്പിൾ ഫ്രൂട്ടിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ടും ഫ്ലഷി ഫ്രൂട്ടും. ഡ്രൈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പെരികാർപ്പ് എന്തായിരിക്കും? ഡ്രൈ ആയിരിക്കും. ഫ്ലഷി അല്ലാത്ത ടൈപ്പ് പെരികാർക്കായിരിക്കും ആർക്കുണ്ടാവുക? ഡ്രൈ ഫ്രൂട്ടിനുണ്ടാവുക. ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെരികാർപ്പ് ഫ്ലഷി അല്ലെങ്കിൽ ഫൈബ്രസ് ആയിരിക്കും. ഫ്ലഷിയും അതുപോലെ തന്നെ ഫൈബ്രസും ആയിട്ടുള്ള പെരികാർപ്പ് ആയിരിക്കും ആർക്കുണ്ടാവുക? ഫ്ലഷി ഫ്രൂട്ടിനുണ്ടാവുക. ഇനി ഡ്രൈയിൽ തന്നെ പല കാറ്റഗറി വരുന്നുണ്ട്, അതുപോലെ ഫ്ലഷിയിൽ പല കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലഷീൻ്റെ പല കാറ്റഗറീസ് നോക്കാം. ഫ്ലഷിയിൽ വരുന്നതാണ് ഡ്രൂപ്പ്, ബെറി, പോമ, പെപ്പോ, ഹെസ്പിരിഡിയം, ആംഫിസാർക്ക, ബലുസ്റ്റ. ഇതൊക്കെ എന്താണ്? ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. സിമ്പിളില് ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈയിൽ 3 കാറ്റഗറിയാണ് വരുന്നത്. ഡ്രൈയിൽ ഡെഹിസൻ്റ് വരുന്നുണ്ട്, ഇൻഡെഹിസൻ്റ് വരുന്നുണ്ട്, ഷൈസോകാർപ്പിക് വരുന്നുണ്ട്. ഓക്കെ, ഡെഹിസൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ട് ബേസ്റ്റ് ചെയ്തിട്ട് സീഡിൻ്റെ ഡിസ്പേഴ്സൽ നടക്കുന്നതാണ് ഡെഹിസൻ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഷൈസോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ട് സ്പ്ലിറ്റ് ചെയ്യും.
സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് ഇൻഡെഹിസന്റ് ആയിട്ടുള്ള സീഡഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് ആയിട്ട് മാറും. അതായത് വിത്ത് പുറത്തേക്ക് വരില്ല, പക്ഷെ എന്താണ്, പൊട്ടുന്നുണ്ട്, സ്പ്ലിറ്റ് ആവുന്നുണ്ട്, പക്ഷെ അതെന്താണ്, ചെറിയ ചെറിയ സീഡുള്ള കമ്പാർട്ട്മെന്റ് ആയിട്ട് ആണ് ബേസ്റ്റ് ആവുന്നത്. ഓക്കെ, ഇനി ഇൻഡെഹിസന്റ് എന്ന് പറഞ്ഞാല് ഫ്രൂട്ട് പൊട്ടാത്ത ടൈപ്പ് ഫ്രൂട്ട്സിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡെഹിസന്റ് ഫ്രൂട്ട്സ് എന്ന് പറയാം. അതായത് അവ പൊട്ടിയിട്ട് സീഡ് പുറത്തേക്ക് വരത്തില്ല, അങ്ങനത്തെയാണ് എന്ത്, ഇൻഡെഹിസന്റ്. അപ്പൊ ഡെഹിസന്റിൽ നമുക്ക് 4 പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ലെഗ്യൂം അല്ലെങ്കിൽ പോഡ്, ഫോളിക്കിള്, സിലിക്വ, ക്യാപ്സ്യൂൾ, അങ്ങനെ 4 നമുക്ക് ഡെഹിസന്റിൽ പഠിക്കാനുള്ളത്. ഇനി ഷൈസോ കാർപ്പിക്കിൽ പഠിക്കാനുള്ളത് 5 ലൊമൻഡം, ക്രീമോകാർപ്പ്, മെരികാർപ്പ്, റെഗ്മ, കാർസെറുലസ്, അങ്ങനെ 5 ഷൈസോ കാർപ്പിക്കിൽ വരുന്നത്. ഇനി ഇൻഡെഹിസന്റിൽ വരുന്നത് അക്കീന്, കാരിയോപ്സിസ്, സിപ്സെല്ല, നട്ട്, നട്ട്, സമാര, ആർട്ടിക്കിൾ, അങ്ങനെ 6 ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി എന്താണ് സിമ്പിൾ ഫ്രൂട്ട് എന്ന് നോക്കാം. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മോണോകാർപ്പിലറി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓവറി എന്നുള്ളതാണ്, സിംഗിൾ ഫ്ലവർ എന്നുള്ളതാണ്. അതുപോലെ സിൻകാർപ്പസ് ആയിട്ടുള്ള പിസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്രൂട്ടാണ് എന്ത്, സിമ്പിൾ ഫ്രൂട്ട്. അതിലത്തെ ഫസ്റ്റത്തെ കാറ്റഗറിയാണ് എന്ത്, ഡ്രൈ ഡെഹിസന്റ്. അതിൽ നമ്മൾ പറഞ്ഞു ഡ്രൈ ഡെഹിസന്റ് ഉണ്ട്, ഇൻഡെഹിസന്റ് ഉണ്ട്, ഷൈസോ കാർപ്പിക് ഉണ്ട്. ആ ഡ്രൈ ഡെഹിസന്റിൽ 4 കാറ്റഗറി വരുന്നുണ്ട്. ലെഗ്യൂം അല്ലെങ്കിൽ പോഡ്, ഫോളിക്കിള്, സിലിക്വ, ക്യാപ്സ്യൂള്, അങ്ങനെ 4 കാറ്റഗറി വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 കാറ്റഗറി ലെഗ്യൂമും ഫോളിക്കിളും മോണോകാർപ്പിലറി ഓവറി ആയിരിക്കും. ഓവറി എന്ന് പറയുന്നത് മോണോകാർപ്പിലറി ആയിരിക്കും, അതായത് ഒരൊറ്റ കാർപ്പലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരൊറ്റ കാർപ്പലാണ് ഉണ്ടെന്ന് വെച്ചാൽ അത് ലെഗ്യൂംസിലും അതുപോലെ ഫോളിക്കിളും മോണോകാർപ്പിലറി ആയിരിക്കും. ഓവറി എന്ന് പറയുന്നത് ഒറ്റ കാർപ്പലേ ഉണ്ടാവുള്ളൂ. ഇനി സിലിക്വന്റെ കേസിൽ ബൈകാർപ്പിലറി ആയിരിക്കും, അതായത് 2 കാർപ്പലുകൾ ഉണ്ടായിരിക്കും. സിൻകാർപ്പസ് ആയിരിക്കും. സിൻകാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറി ഫ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടീഷന് പറയുന്ന പേരാണ് എന്ത്, സിൻകാർപ്പസ്. ഫ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ, ഫ്യൂസ്ഡ് കണ്ടീഷൻ ആണ് എന്ത്, സിൻകാർപ്പസ് എന്ന് പറയുന്നത്. മോണോകാർപ്പിലറി എന്ന് പറഞ്ഞാൽ 1 കാർപ്പലും, ബൈകാർപ്പിലറി എന്ന് പറഞ്ഞാൽ 2 കാർപ്പല്, സിൻകാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂസ്ഡ് ആയിട്ടുള്ള കാർപ്പൽസ്. ഇനി ക്യാപ്സ്യൂളിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് പോളികാർപ്പലറി ആണ്. ഒരുപാട് കാർപ്പൽസ് ഉണ്ടാവും, 2ൽ കൂടുതൽ കാർപ്പൽസ് ഉണ്ടായിരിക്കും. മൾട്ടി കാർപ്പലറി എന്നും പറയാം. പോളി കാർപ്പലറി അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി, അതന്നെ സിൻകാർപ്പസ് ആയിരിക്കും. അതായത് ഫ്യൂസ്ഡ് ആയിട്ടുള്ള എന്തായിരിക്കും, ഓവറി ആയിരിക്കും ക്യാപ്സ്യൂളിലും ഉണ്ടാവുക. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 2 ലെഗ്യൂമും ഫോളിക്കിളും എന്താണ്. അപ്പൊ ഇതിന്റെ സിംഗിൾ ആയിട്ടുള്ള പോയിന്റ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് ആദ്യത്തെ 2, അതായത് ലെഗ്യൂമും ഫോളിക്കിളും മോണോകാർപ്പിലറി ആണ്. സിലിക്വന്റെ കേസിൽ ബൈകാർപ്പിലറി ആണ്. ക്യാപ്സ്യൂളിന്റെ കേസിൽ പോളികാർപ്പിലറി അല്ലെങ്കിൽ മൾട്ടി കാർപ്പിലറി ആണെന്ന് ഓർത്ത് വെക്കുക. ആ 2 കേസിലാണ് സിൻകാർപ്പസ് എന്ന് പറയുന്ന പോയിന്റ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ആ ലെഗ്യൂമിന്റെ കാര്യങ്ങൾ നോക്കണം. ഇത് പിക്ചറാണ് കേട്ടോ, ലെഗ്യൂമിൻ്റെയും ഫോളിക്കിളിൻ്റെയും പിക്ചറാണ്. അപ്പോൾ ഞാൻ ആദ്യം ലെഗ്യൂം എന്താന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിക്ചറിലേക്ക് പോവാം. ഇപ്പം ലെഗ്യൂമിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ലെഗ്യൂമിൻ്റെ ക്യാരക്ടേഴ്സ്, ഓക്കെ, ലെഗ്യൂമിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് പോയിന്റ്സ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസാണ് എന്ത്, ലെഗ്യൂം എന്ന് പറയുന്നത്. ലെഗ്യൂം ഉണ്ട്, ഫോളിക്കിൾ ഉണ്ട്, സിലിക്വ ഉണ്ട്, പിന്നെ ക്യാപ്സ്യൂളും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ
ലെഗ്യൂം. ലെഗ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മേലെ ഒരു പോയിന്റും കൂടി എഴുതാം. സിമ്പിൾ ആണ്, സിമ്പിൾ ഫ്രൂട്ട് ആണ്, ഡ്രൈ ആണ്, ഡെഹിസെന്റ് ആണ്. പിന്നെന്താണ്? മോണോകാർപ്പലറി ആണ്. ഓവറി എന്ന് പറയുന്നത് സുപ്പീരിയർ ആയിരിക്കും. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ഓവറിയുടെ താഴെ നിന്നാണ് ബാക്കി എല്ലാ ഫ്ലോറൽ പാർട്സും വരുന്നത് എങ്കിൽ ഓവറി എന്താണ്? സുപ്പീരിയർ ആയിരിക്കും. ഓവറിയുടെ താഴ്ന്ന് ആണ് എല്ലാ ഫ്ലോറൽ അപ്പൻഡേജസും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓവറിന്ന് നമ്മൾ സുപ്പീരിയർ എന്നാണ് പറയാം. അപ്പോൾ ഓവറി എന്താണ്? സുപ്പീരിയർ ആണ്. യൂണിലോക്കുലറി ഓവറി. യൂണിലോക്കുലറി ഓവറി എന്ന് പറഞ്ഞാൽ ഓവറിക്ക് ഒരൊറ്റ ചേംബർ ആണ് ഉള്ളത്, ഒരൊറ്റ ലോക്യൂൾ ആണ് ഉള്ളത് എന്നുള്ളതാണ് എന്ത്? യൂണിലോക്കുലറി ഓവറി എന്ന് പറയുന്നത്. ഇതിന് മാർജിനൽ പ്ലാസന്റേഷൻ ആണ് ഉള്ളത്. ഒരുപാട് ഓവ്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് റൈപ്പ് ആയി കഴിഞ്ഞാൽ എന്താണ്? സീഡ്സ് എന്ന് പറയുന്നത് റോ ആയിട്ടാണ് ഉണ്ടാവുക. വെൻട്രൽ സ്യൂച്ചറിന്റെ ഉള്ളിലായിട്ട് റോ ആയിട്ടാണ് എന്തുണ്ടാവുക? സീഡുകൾ ഉണ്ടാവുക. ഓക്കെ, സീഡുകൾ റോ ആയിട്ടാണ് വെൻട്രൽ സ്യൂച്ചറിന്റെ ഉള്ളിൽ ഉണ്ടാവാറ്. ഈ ഡെഹിസൻസിന്റെ സമയത്ത് ഡോർസൽ ആൻഡ് വെൻട്രൽ ലോങ്ജിറ്റ്യൂഡിനൽ സ്യൂച്ചറിലാണ് ഡെഹിസൻസ് നടക്കുക. ഡോർസൽ സൈഡിലും അതുപോലെ വെൻട്രൽ സൈഡിലും ലോങ്ജിറ്റ്യൂഡിനൽ സ്യൂച്ചർ ഫോം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഡെഹിസൻസ് നടക്കുക. അവിടെയാണ് ഡെഹിസൻസ് നടക്കുക. ഡോർസലിലും അതുപോലെ വെൻട്രലിലും ലോങ്ജിറ്റ്യൂഡിനൽ സ്യൂച്ചറിലാണ് ഡെഹിസൻസ് നടക്കുക. അതിൽ 2 വാൾവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡെഹിസൻസ് എന്ന് പറയുന്നത് ഡോർസൽ ആൻഡ് വെൻട്രൽ ലോങ്ജിറ്റ്യൂഡിനൽ സ്യൂച്ചേഴ്സ് ആണ്. അത് 2 വാൾസ് ഫോം ചെയ്യും, 2 വാൾസ് ആയിട്ട് മാറും. അതിൽ എന്തുണ്ടായിരിക്കും? ഓവ്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടാനുള്ള കാരണം ഡിഫറൻഷ്യൽ ഡ്രൈയിങ് ആണ്. കാർപ്പൽ വാളിൻ്റെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഡ്രൈയിങ് കൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലോസീവ് ആവുന്നത്. എന്നിട്ട് എക്സ്പ്ലോസീവ് ആയിട്ട് സീഡ് റിലീസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ട്വിസ്റ്റിങ് നടക്കും. വാൾവിൻ്റെ ട്വിസ്റ്റിങ് നടന്നിട്ട് അവിടെ എന്താണ്? സീഡ്സ് ഡിസ്ലോഡ്ജ് ആക്കും. ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പയർ, ലെഗ്യൂംസ് എന്ന് പറയുന്നത് ലെഗുമിനോസിയ ഫാമിലീൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്? ലെഗ്യൂംസ് എന്ന് പറയുന്നത്. പീ പ്ലാന്റിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡോർസലിൻ്റെ അവിടെ കട്ട് വരും, അതുപോലെ തന്നെ വെൻട്രൽ സൈഡിലും കട്ട് വന്നിട്ട് എന്ത് സംഭവിക്കും? 2 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വിഭജിക്കും. എന്നിട്ട് ആ സീഡ് പുറത്തേക്ക് വരിക ചെയ്യും. നമുക്ക് പയറിൻ്റെ വിത്ത് മൂത്ത് കഴിഞ്ഞിട്ട് പൊട്ടുന്ന ആ ഒരു സീന് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. പയറിൻ്റെ വിത്താണ് ഇതിന് എക്സാമ്പിൾ. അതെങ്ങനെയാണ് പൊട്ടുകയെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. ഈ പിക്ചറിൽ കാണിച്ച പോലെ 2 പൊളിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? ഫോളിക്കിളും ലെഗ്യൂമും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, ഫോളിക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് ചേർക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സിമ്പിൾ ആണ്. ഓക്കെ, സിമ്പിൾ ഫ്രൂട്ടിൽ വരുന്നതാണല്ലോ. അപ്പോൾ സിമ്പിൾ ആണ്, ഡ്രൈ ആണ്. ലെഗ്യൂമും ഡ്രൈ തന്നെയാണ്. ഡെഹിസെന്റ് ആണ്, സെയിം പോയിന്റ് തന്നെയാണ് രണ്ടിലും വരുന്നത്. മോണോകാർപ്പലറി ആണ്, അതും സെയിം ആണ്. സുപ്പീരിയർ ആണ്, അതും ലെഗ്യൂമിലും ഫോളിക്കിളിലും സെയിം ആണ്. യൂണിലോക്കുലാർ ആണ്, അതും സെയിം ആണ്. മാർജിനൽ പ്ലാസന്റേഷൻ, അതും സെയിം ആണ്. ഒരുപാട് സീഡ്സ് ഉണ്ടാകും, അതും സെയിം ആണ്. എന്നാൽ ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? ഈ ഒരു പോയിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഡെഹിസൻസ് ബൈ 1 സ്യൂച്ചർ. ഒരൊറ്റ സ്യൂച്ചറിലാണ് ഡെഹിസൻസ് നടക്കുന്നത്. അതായത് വെൻട്രൽ പൊസിഷനിൽ മാത്രമേ എന്താണ്? സ്യൂച്ചർ ഉണ്ടാവുന്നുള്ളൂ, ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നുള്ളൂ. വെൻട്രൽ സ്യൂച്ചറിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഡെഹിസൻസ് നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു സീഡ് പുറത്തേക്ക് വരുന്നത് ഈ ഫ്രൂട്ടിൽ നിന്ന്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്?
കലോട്രോപ്പിസ് എരിക്ക്, മൈക്കീലി അതായത് നമ്മുടെ ചെമ്പകം, അതിന്റെ രണ്ടിന്റെ ഫ്രൂട്ടിലാണ് ഈ ഒരു ടൈപ്പ് ഡെഹിസൻസ് ഫ്രൂട്ട് കാണുന്നത്, ഫോളിക്കൽ ടൈപ്പ് ഫ്രൂട്ട് കാണുന്നത് കലോട്രോപ്പിസിലും അതുപോലെ മൈക്കീലിയയിലും ആണ്. ഇനി നമുക്ക് അതിന്റെ പിക്ചർ ഒന്ന് നോക്കാം. കണ്ടോ, ഇതില് ഇപ്പൊ ഇവിടെ ഇതിന്റെ കേസിൽ രണ്ട് പോർഷൻ ആയിട്ട് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. ഡോർസലും വെൻട്രലും പൊട്ടിയതുകൊണ്ട് തന്നെ രണ്ട് പോർഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഫോളിക്കിളിൽ എന്താണ്, വെൻട്രൽ സൈഡിൽ മാത്രമേ എന്തുള്ളൂ, സ്പ്ലിറ്റ് വരുന്നുള്ളൂ, അതായത് ബേസ്റ്റ് വരുന്നുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും, ആ ഒരു മൊത്തമായിട്ട് അങ്ങ് പൊളിയില്ല, ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ പൊളിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. എന്താണ്, വെൻട്രൽ സൈഡിൽ മാത്രമേ ഡെഹിസൻസ് നടക്കുന്നുള്ളൂ. ഏതില്, ലെഗ്യൂമും ഫോളിക്കിളും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്താണ്, ലെഗ്യൂമില് ഡോർസലിലും വെൻട്രലിലും എന്തുണ്ട്, വെൻട്രലും ലോങ്ജിറ്റ്യൂഡിനൽ സ്വീഷർ ഉണ്ടായിട്ട് രണ്ട് വാൾവായിട്ട് മാറുന്നുണ്ട്. ഡെഹിസൻസ് നടക്കുന്നത് ഡോർസൽ ആൻഡ് വെൻട്രൽ ലോങ്ജിറ്റ്യൂഡിനൽ സ്വീച്ചേഴ്സിലാണ്. അവിടെ എന്താണ്, രണ്ട് വാൾവ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ എന്നാൽ ഒരൊറ്റ സ്വീച്ചറേ ഉണ്ടാവുന്നുള്ളൂ, വെൻട്രലിൽ മാത്രമാണ് സ്വീച്ചർ, വെൻട്രൽ വണ്ണിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അവിടെ മാത്രമാണ് സ്പ്ലിറ്റ് ആവുന്നത്. ഇനി അടുത്തതാണ് എന്ത്, സിലിക്വ. സിലിക്വന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അപ്പൊ നമ്മൾ കമ്പയർ ചെയ്തിട്ട് തന്നെ നോക്കാം. ഇവിടെ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഡെഹിസൻസ് ബൈ വൺ സ്വീച്ചർ. അതിന് എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ലെഗ്യൂംസ് ആണെങ്കിൽ നമ്മുടെ ലെഗുമിനോസ ഫാമിലിയിൽ വരുന്ന പീ, പയറുവർഗ്ഗങ്ങളിലൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഫോളിക്കിൾ ആവുമ്പോൾ നമ്മുടെ മൈക്കീലി അതുപോലെ കലോട്രോപ്പിസ്, എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ഇനി സിലിക്വ ആണ്, എല്ലാത്തിൻ്റെയും പോലെ തന്നെ എന്താണ്, സിമ്പിൾ ആണ്, ഡ്രൈ ആണ്, ഡെഹിസൻ്റ് ആണ്. ഇവിടെ എന്താണ് വ്യത്യാസം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈകാർപ്പലറി ആണ്. ബൈകാർപ്പലറി ആയതുകൊണ്ട് തന്നെ എന്താണ്, സിൻകാർപ്പസ് എന്ന പോയിന്റും കൂടി ഈ ഒരു കാറ്റഗറിയിൽ വരും. ഓക്കെ, ഓവറി എന്താണ്, സുപ്പീരിയർ ആണ്, അതുമായിട്ട് സെയിം ആണ്. പിന്നെ പ്ലാസന്റേഷനിൽ വ്യത്യാസമുണ്ട്, പാരൈറ്റൽ പ്ലാസന്റേഷൻ ആണ് കാണിക്കുന്നത്. പെരികാർപ്പ് എന്ന് പറയുന്നത് ഡിഹൈസ് ചെയ്തിട്ട് രണ്ട് വാൾവായിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. പെരികാർപ്പ് ഡെഹിസൻസ് നടന്നിട്ട് രണ്ട് വാൾവ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. മെച്യൂരിറ്റിന്റെ സമയത്ത് പെരികാർപ്പ് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ്, രണ്ട് വാൾവ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് ക്രൂസിഫെറ ഫാമിലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്, ഈ ഒരു സിലിക്വ എന്ന് പറയുന്നത്. ഇതിലെ സീഡ്സ് എന്ന് പറയുന്നത് ഫാൾസ് ആയിട്ടുള്ള ഒരു സെപ്റ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. ആ സെപ്റ്റത്തിന് പറയുന്ന പേരാണ് റെപ്ലം. ഇതിന്റെ എക്സാമ്പിൾ ആണ് മസ്റ്റാർഡ്. ക്രൂസിഫെറ ഫാമിലിയിൽ വരുന്ന മസ്റ്റാർഡ് ആണ് ഇതിന്റെ എക്സാമ്പിൾ. മസ്റ്റാർഡിന്റെ അതായത് കടുകിന്റെ ഇതെടുത്ത് നോക്കിയാൽ നമുക്കറിയാം, വിത്ത് എടുത്ത് നോക്കിയാൽ അതിൽ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് പോർഷനായിട്ട് മാറുന്നുണ്ട്. പെരികാർപ്പ് ഡെഹിസൻസ് നടന്നിട്ട് രണ്ട് വാൾവ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം, 1 സെക്കൻഡ്. ഇതാ ഇങ്ങനെയാണ് സിലിക്വ ഉണ്ടാവുക. ഇതാണ് എന്ത്, റെപ്ലം എന്ന് പറയുന്നത്. ഫാൾസ് ആയിട്ടുള്ള സെപ്റ്റം റെപ്ലം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് സീഡ് ബിയർ ചെയ്യുക. ഇത് രണ്ട് വാൾവ്സ് ആയിട്ട് ഇങ്ങനെ പെരികാർപ്പ് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ഇതെന്താണ്, ക്യാപ്സ്യൂൾ ആണ്. ക്യാപ്സ്യൂളും ഇതുപോലെ എന്താണ്, ഇപ്പൊ ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ബൈകാർപ്പലറി ആണ്, സിൻകാർപ്പസ് ആണ്, പരൈറ്റൽ പ്ലാസന്റേഷൻ ആണ്. പിന്നെ പെരികാർപ്പ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ക്രൂസിഫെറ ഫാമിലിയിലാണ് ഉണ്ടാവുന്നത്. പിന്നെന്താണ്, സീഡ്സ് എന്ന് പറയുന്ന ഒരു ഫാൾസ് സെപ്റ്റായിട്ടുള്ള റെപ്ലത്തിൽ അറ്റാച്ച് ചെയ്തിട്ടാണ്. മസ്റ്റാർഡ് ആണ് എക്സാമ്പിൾ, ആലോചിക്കാം. ഓക്കെ, ഇനി ക്യാപ്സ്യൂളിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ക്യാപ്സ്യൂളിന്റെ ഒരു പ്രത്യേകത. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആണ്, ഡെഹിസെന്റ് ആണ്. അത് ഇതിലെ എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് എന്ത്, ഡ്രൈയും ഡെഹിസെന്റ്. എന്നാലും നമ്മൾ പറഞ്ഞു ക്യാപ്സ്യൂളിന്റെ കേസിൽ വരുമ്പോൾ പോളി അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി ആണ് എന്ത്, ഓവറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തന്നെയുള്ള പോയിന്റ് ആണ് എന്ത്, സിൻകാർപ്പസ് എന്നുള്ളത്. അപ്പൊ സിലിക്വയിലും അതുപോലെ തന്നെ ക്യാപ്സ്യൂളിലും ആണ് നമ്മൾ സിൻകാർപ്പസ് എന്ന് പറയുന്ന പോയിന്റ് എഴുതേണ്ടത്. പിന്നെ
അതിലെന്താണ് ബൈകാർപ്പിലറി ആണ് സിലിക്വേല്. ഇതിൽ വരുമ്പോൾ എന്താണ് മൾട്ടി കാർപ്പിലറി ആണ്, രണ്ടിൽ കൂടുതൽ കാർപ്പൽസ് കാണാം. ഇനി ഓവറീൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്പീരിയർ ആണ് മെജോറിറ്റി കേസിൽ, ചില കേസിൽ മാത്രം എന്താണ് ഇൻഫീരിയറും കാണാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൾട്ടി ലോക്കുലാർ ആയിരിക്കും. മൾട്ടി ലോക്കുലാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേമ്പേഴ്സ് ഉണ്ടായിരിക്കും. സിങ്കാർപ്പസ് ആണെങ്കിൽ കൂടിയിട്ട് പല ചേമ്പേഴ്സ്, നമ്മൾ പറഞ്ഞ ഒരുപാട് ഓവറികൾ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും. സിങ്കാർപ്പസ് പറഞ്ഞാൽ ഓവറി ഫ്യൂസ്ഡ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതില് എന്താണ് ഒരുപാട് ലോക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ലോക്യൂൾസ്, ഓരോ ലോക്യൂൾസിലും ഒരുപാട് സീഡുകളും ഉണ്ടാവും. ഇനി ഈ ക്യാപ്സ്യൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡെഹിസൻസ് എന്ന് പറയുന്നത് പല ക്യാപ്സ്യൂളിനും പല പോലെ ആയിരിക്കും. അങ്ങനെ വരുന്ന എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. പല ടൈപ്പ് ക്യാപ്സ്യൂൾ ഉണ്ട്. ആദ്യത്തെ ആണ് എന്ത്, ലോക്കുലിസിഡൽ ക്യാപ്സ്യൂൾ. ലോക്കുലിസിഡൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈ ആണ്, ഡെഹിസന്റ് ആണ്. ഇതിന്റെ ഫ്രൂട്ട് വാൾ എന്ന് പറയുന്നത് ലോക്യൂളിന്റെ മിഡിലാണ് എന്ത് ചെയ്യുന്നത്, ബേസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് പല വാൾവ്സ് ആയിട്ട് മാറുകയാണ്. ഓരോ ലോക്യൂളും പല വാൾസ് ആയിട്ട് മാറുകയാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്, ഫ്രൂട്ട് വാൾ എന്ന് പറയുന്നത് ലോക്യൂളിന്റെ മിഡിൽ പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്, ബേസ്റ്റ് ആവുന്നത്. എന്നിട്ട് പല വാൾവുകൾ ഫോം ചെയ്യാണ്. ഓക്കെ, ചില സമയത്ത് എന്തുണ്ടാവും, ഇതിന്റെ പ്ലാസന്റ് ഇതുപോലെ സ്പ്ലിറ്റ് ആവും. ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വെണ്ടക്ക മൂത്ത് കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, പല വാൾവുകളായിട്ടായിരിക്കും ഉണ്ടാവുക. ചില സമയത്ത് അതിന്റെ പ്ലാസന്റയും പൊട്ടാറുണ്ട്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ഗോസിപ്പിയം, അതായത് നമ്മുടെ കോട്ടൺ പ്ലാന്റ്. പിന്നെ എബിൾമോഷസ് എസ്കുലന്തസ്. എബിൾമോഷസ് എസ്കുലന്തസ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ വെണ്ടയ്ക്കാണ്, ലേഡീസ് ഫിംഗർ. അതാണ് അതിന്റെ എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ ലോക്കുലിസിഡൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ മിഡിലായിട്ട്, ലോക്യൂളിന്റെ മിഡിലായിട്ടാണ് എന്ത് ബേസ്റ്റ് ഉണ്ടാവുന്നത്. മെനി വാൾവ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്, മെനി വാൾവ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പ്ലാസന്റ എന്ന് പറയുന്നതും ചില സമയങ്ങളിൽ സ്പ്ലിറ്റ് വരാറുണ്ട്. ഓക്കെ, അത് നമ്മൾ വെണ്ടക്കയുടെ കാര്യം ആലോചിച്ചാൽ മതി. വെണ്ടക്ക പൊട്ടുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ആലോചിക്കാം. ഓക്കെ, ഇനി സെപ്റ്റിസിഡൽ ക്യാപ്സ്യൂൾ. അടുത്തതാണ് എന്ത്, സെപ്റ്റിസിഡൽ ക്യാപ്സ്യൂൾ. സെപ്റ്റിസിഡലും ഇതുപോലെ എന്താണ് ഡ്രൈ ആണ്, ഡെഹിസന്റ് ആണ്. പിന്നെ ക്യാപ്സ്യൂളിന്റെ ഫീച്ചേഴ്സ് അറിയാലോ, മൾട്ടി കാർപ്പലറി ആണ്, സിങ്കാർപ്പസ് ആണ്, സുപ്പീരിയറോ ഇൻഫീരിയറോ ആവാം. ഓക്കെ, ആ ഒരു കേസസും കാര്യങ്ങളും ഓർത്തേക്കാം. ഇനി ഇതിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോങ്ജിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. ഒരു മിഡിൽ സെപ്റ്റത്തിൽ ലോങ്ജിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ സീഡ്സ് എന്താവില്ല, എക്സ്പോസ്ഡ് ആവില്ല. ഇപ്പൊ വെണ്ടക്കയില് ഇങ്ങനെ ലോങ്ജിറ്റ്യൂഡിനലി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എന്ന് വിചാരിക്കാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സീഡ് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോവുകയല്ലേ ചെയ്യാം. അപ്പൊ അവിടെ ഒരു ഡിസ്പേഴ്സൽ നടക്കുന്നില്ല അല്ലേ. അതേപോലെയാണ് എന്ത് സെപ്റ്റിസിഡലിന്റെ കേസിൽ വരുന്നത്. അതിലെന്താണ് ലോങ്ജിറ്റ്യൂഡിനസ് സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത് മിഡിൽ സെപ്റ്റത്തിൽ ലോങ്ജിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ സീഡ് എക്സ്പോസ്ഡ് ആവില്ല. ഡെഹിസൻസിന് ശേഷം സീഡ് എക്സ്പോസ്ഡ് ആവില്ല. അവരെന്താണ് റിലീസ് ചെയ്യുന്നത് ലോക്കുലിസിഡൽ ക്യാപ്സ്യൂൾ ആയിട്ടാണ്. അതിനെ ഇതാക്കുന്നത്. പിന്നെ ലോക്കുലിസിഡൽ ഡിവിഷൻ നടന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ സീഡ് പുറത്തേക്ക് വരാൻ. ഓക്കെ, അരിസ്റ്റലോക്കിയാണ് അതിന്റെ എക്സാമ്പിൾ. ഇത് ലോക്കുലിസിഡൽ ക്യാപ്സ്യൂൾ ആയിട്ടാണ് എന്ത് റിലീസ് ചെയ്യുന്നത്. സീഡ്സ് എന്ന് പറയുന്നത് ഡെഹിസൻസിന്റെ സമയത്ത് എക്സ്പോസ്ഡ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് സെപ്റ്റിസിഡൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇനി സെപ്റ്റിഫ്രാഗൽ ആണ്. സെപ്റ്റിഫ്രാഗലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഡ്രൈ ആണ്, ഡെഹിസന്റ് ആണ്. ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഔട്ടർ വാളിലാണ് എന്ത് ബ്രേക്കിംഗ് നടക്കുന്നത്. മറ്റേതിൽ ലോക്കുലിസിഡൽ ക്യാപ്സ്യൂളിന്റെ പ്രത്യേകത എന്തായിരുന്നു, അത് മിഡിലാണ്. ലോക്യൂളിന്റെ മിഡിലിൽ എന്താണ്, ഓരോ ലോക്യൂളിന്റെയും മിഡിലിൽ സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരുപാട് വാൾവുകൾ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ സെപ്റ്റിസിഡലിൽ ലോങ്ജിറ്റ്യൂഡിനൽ ആയിട്ട് മിഡിൽ സെപ്റ്റത്തിലാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. മറ്റേത്
ലോക്യൂളിന്റെ മിഡിലാണ്. ഇതിൽ മിഡിൽ സെപ്റ്റത്തിലാണ് സെപ്റ്റിസിഡൽ. ഇനി സെപ്റ്റിഫ്രാഗൽ നോക്കുകയാണെങ്കിൽ ഔട്ടർ വാൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആയി പോവുകയാണ് ചെയ്യുന്നത്. ലോക്യൂളിൽ നിന്ന് ഔട്ടർ വാൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പെരികാർപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സെപ്റ്റേന്ന് ബ്രേക്ക് ഔട്ട് ആയി പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെപ്റ്റിസിഡലിലും അതുപോലെ സെപ്റ്റിഫ്രാഗലും പെരികാർപ്പ് എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് സെപ്റ്റേന്ന് ബ്രേക്ക് ഔട്ട് ആവുന്നില്ല. എന്നാൽ സെപ്റ്റിഫ്രാഗലിൽ വരുമ്പോൾ പെരികാർപ്പ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഔട്ട് ആയി പോവുകയാണ് ചെയ്യുന്നത്. പെരികാർപ്പ് സെപ്റ്റേന്ന് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ട് പോകും ഇതിൽ സെപ്റ്റിഫ്രാഗലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഫസ്റ്റ് ഡിവിഷൻ ഒന്നെങ്കിൽ ലോക്കുലിസിഡൽ ആയിരിക്കും അല്ലെങ്കിൽ സെപ്റ്റിസിഡൽ ആയിരിക്കും. ഓക്കെ, ലോക്കുലിസിഡൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോക്കുലിസിഡലി സെപ്റ്റിഫ്രാഗൽ എന്നും, സെപ്റ്റിസിഡൽ ആണെങ്കിൽ സെപ്റ്റിസിഡലി സെപ്റ്റിഫ്രാഗൽ എന്നുമാണ് പറയാം. അതിൽ ലോക്കുലിസിഡലി സെപ്റ്റിഫ്രാഗലിന് എക്സാമ്പിളാണ് ലാജസ്റ്റോമിയ. സെപ്റ്റിസിഡലി സെപ്റ്റിഫ്രാഗലിന് എക്സാമ്പിളാണ് ഡെറ്റുറ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് പോറസ് ക്യാപ്സ്യൂൾ ആണ്. പോറസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആൻഡ് ഡെഹിസൻ്റ് ആയിട്ടുള്ള ഇതാണ് എന്ത് പോറസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതിൽ ന്യൂമറസ് ആയിട്ടുള്ള സ്മോൾ ഹോൾസ് ഉണ്ടാവും. എവിടെ? ഈ ഒരു ഫ്രൂട്ടിന്റെ ടോപ്പിലായിട്ട് ഒരുപാട് ഹോൾസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് എന്ത് സീഡ് എസ്കേപ്പ് ആയിട്ട് പോകുന്നത്. എക്സാമ്പിൾ ആണ് എന്ത് പോപ്പി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ഫിഗർ കൂടി നോക്കാം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ സെലിക്വേന്റെ ഫിഗർ കണ്ടു, പിന്നെ ക്യാപ്സ്യൂള്. ഇനി ഇതാണ് എന്ത് ലോക്കുലിസിഡൽ ക്യാപ്സ്യൂള്. ഇതിലെന്താണ് മിഡില്, ലോക്യൂളിന്റെ മിഡില് കട്ട് വന്നിട്ട്, ലോക്യൂളിന്റെ മിഡില് കട്ട് വരും. ഓക്കെ, ലോക്യൂളിന്റെ മിഡില് കട്ട് വന്നിട്ട് പല ചേംബറായിട്ട് പല വാൾവുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മിഡില് കട്ട് വന്നിട്ട് പല വാൾവായിട്ട് മാറുമ്പോൾ എന്താണ് ഈ സീഡ് അങ്ങ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കോളും. ഓക്കെ, ഇനി സെപ്റ്റിസിഡലിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് മിഡിൽ സെപ്റ്റത്തിന്റെ മിഡിലാണ് എന്ത് കട്ട് വരുന്നത്. ഇങ്ങനെ മിഡിൽ കട്ട് വരുമ്പോൾ ഈ സീഡ് എന്താണ് എക്സ്പോസ്ഡ് ആവുന്നില്ല. ഇത് എന്ത് ക്യാപ്സ്യൂൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ഒരു ലോക്കുലിസിഡൽ ക്യാപ്സ്യൂൾ ആയിട്ടാണ് ഇവരെ റിലീസ് ചെയ്യുന്നത്. പിന്നീട് ഒരു ഡിവിഷൻ നടന്നിട്ട് വേണം സീഡ് എക്സ്പോസ്ഡ് ആവാൻ. ഇനി സെപ്റ്റിഫ്രാഗൽ നോക്കുകയാണെങ്കിൽ, സെപ്റ്റിഫ്രാഗൽ തന്നെ ലോക്കുലിസിഡൽ സെപ്റ്റിഫ്രാഗൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം നടക്കുന്നത്? ആദ്യം ലോക്കുലിസിഡൽ ഡിവിഷൻ നടക്കും. അതായത് സെപ്റ്റത്തിന്റെ ലോക്യൂളിന്റെ മിഡില് എന്താണ് ബേസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്താണ് അതിന്റെ ഔട്ടർ വാൾ കംപ്ലീറ്റ് ആയിട്ട് ബേസ്റ്റ് ഔട്ട് ആയിട്ട് പോകണത്. ഈ ഒരു ഭാഗത്തുനിന്ന് കട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഈ ഓരോ സെപ്റ്റ എന്ന് പറയുന്നത്, നമ്മുടെ പെരികാർപ്പ് എന്ന് പറയുന്നത് സെപ്റ്റേന്ന് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് പോരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതന്നെയാണ് സെപ്റ്റിസിഡലിൽ എന്താ നടക്കുന്നത്? ആദ്യം നടക്കുന്ന ഡിവിഷൻ എന്താണ്? സെപ്റ്റയിലാണ് ആദ്യം ഡിവിഷൻ നടക്കുന്നത്. സെപ്റ്റേന്റെ മിഡിലാണ് ഡിവിഷൻ നടക്കുന്നത്. പിന്നെന്ത് സംഭവിക്കും? അത് സെപ്റ്റിഫ്രാഗലിൽ കംപ്ലീറ്റ് ആയിട്ട് പെരികാർപ്പ് എന്താവും? റിമൂവ് ആയിട്ട് പോകും. ഔട്ടർ വാൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ട് പോകുന്നതാണ് എന്ത് സെപ്റ്റിഫ്രാഗൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ മാക്സിമം നോക്കിയിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.